അയ്യപ്പന്മാര് മലയ്ക്ക് പോയതിനു ശേഷം നവ്യയ്ക്കാണെങ്കിൽ ആകെ സങ്കടമായിരിക്കും. കൃത്യമായിട്ടുള്ള വ്രതമൊന്നും എടുക്കാതെയാണ് അഭി മല ചവിട്ടാനായിട്ട് പോയിരിക്കുന്നത്. എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് നവ്യ വല്ലാതെ പേടിക്കുന്നുണ്ടായിരിക്കും. മുത്തശ്ശി സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും നവ്യ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങ് തിരികെ എത്തിക്കണേ എന്നൊക്കെ. ജലജയും ജാനകിയും ദേവിയാനിയെ കാണാൻ റൂമിലോട്ട് പോകുന്നുണ്ട്. ഏട്ടത്തിയുടെ മുഖത്തെന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല, ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ. അനാമിക മോൾ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് മോളായിരുന്നില്ലേ? എപ്പോഴും ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുതരും. ഓരോരോ കാര്യത്തിന് ഓടി നടക്കുമായിരുന്നു എൻ്റെ മോള്. എന്നാൽ ഇപ്പം മോളില്ലാത്തതുകൊണ്ട് മനസ്സിനൊരു സുഖമില്ല. അത് തന്നെയാണ് ഏട്ടത്തി ഞാനും പറയുന്നേ. മോള് പോയിട്ട് ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. അവൾക്ക് നല്ല സങ്കടമുണ്ട്. ഇനിയിപ്പോൾ മോളുടെ അച്ഛനും അമ്മയും എങ്ങനെയാ പ്രതികരിക്കുക എന്നറിയില്ല. മലയ്ക്ക് പോയി വന്നാൽ അനിയുടെ അടുത്ത് പറയണം എത്രയും വേഗം മോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ. അങ്ങനെ സ്ഥിരമായിട്ട് അവിടെ നിർത്താനൊന്നും പറ്റില്ല. അത് പറഞ്ഞപ്പോൾ ഏട്ടത്തി മലയ്ക്ക് പോയി തിരികെ വന്നതിന് ശേഷം ആദർശ് എന്തായാലും നയനയെ വിളിച്ചോണ്ട് വരും. അപ്പൊ പിന്നെ ഏട്ടത്തിൻ്റെ പ്ലാനൊന്നും നടക്കില്ല. ഏട്ടത്തി പറഞ്ഞിരിക്കുന്നത് മലയ്ക്ക് പോയി തിരികെ വരുന്നവരെ അവളെ വീട്ടിൽ നിൽക്കട്ടെ എന്നല്ലേ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് വന്നാൽ ഉറപ്പായിട്ടും മുത്തശ്ശനും ആദർശവും ജയേട്ടനൊക്കെ കൂടെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നീടുള്ള കാര്യങ്ങൾ ഏട്ടത്തിക്ക് അറിയുന്നതല്ലേ. ഏട്ടത്തി എല്ലാവരെ കൊണ്ടും മലയ്ക്ക് പോവാൻ മാല ഇടിയിച്ചത് തന്നെ അവർ തമ്മിൽ ഒന്നിക്കരുതെന്ന് കരുതിയിട്ടല്ലേ. ഹണിമൂൺ പ്ലാനൊക്കെ ചെയ്തതല്ലേ. ഇനിയിപ്പോൾ തിരികെ വന്ന ആദ്യം എങ്ങോട്ടെങ്കിലും ഹണിമൂൺ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ഇതൊക്കെ കേട്ട് ദേവിയാനിയാകെ ദേഷ്യത്തിലായിരിക്കും. എന്തായാലും ആദർശ് മലയ്ക്ക് പോയി തിരിച്ചു വരട്ടെ. എന്നോട് ചോദിക്കാതെ അവൻ എന്തായാലും അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരില്ല. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഇനി സ്ഥിരമായിട്ട് നയൻ അവിടെ തന്നെ നിൽക്കട്ടെ. ആദർശിന് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ പോയി കാണാലോ. അല്ലാതെ ഇനി അവളെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരണ്ട. അവളെ കാണുന്നത് എനിക്കിഷ്ടമല്ല. ഏട്ടത്തിയുടെ ഇഷ്ടമൊന്നുമേ ആദർശ് നോക്കില്ല. അവനിപ്പോൾ ഏട്ടത്തിയേക്കാ വലുതേ ആ നയനയാ. ഭാര്യയെ കഴിഞ്ഞേ അമ്മയുള്ളൂ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവളെക്കുറിച്ച് പറയാൻ 100 നാവാ. അത് ഏട്ടത്തിക്ക് അറിയാഞ്ഞിട്ടാ. ഞാൻ ആദർശിനോടൊന്ന് ചോദിച്ചു പോയി, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നയനയെ കാണാൻ അവളെ വീട്ടിലോട്ട് പോകുന്നതെന്ന്. അതിനെന്തൊക്കെയാ അവൻ എന്നെ പറഞ്ഞതെന്നറിയോ? നയന എൻ്റെ ഭാര്യയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് ഇവിടെ അടുത്ത് തന്നെ വീടെടുത്ത് കൊടുത്തേ എന്നൊക്കെയാ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞേ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായതാ ഏട്ടത്തിയുടെ വാക്കിനൊന്നും അവന് ഒട്ടും വിലയില്ല. മലയ്ക്ക് പോയി തിരികെ വന്നാൽ അവൻ ആദ്യം വിളിച്ചോണ്ട് വരിക നയനയായിരിക്കും. അല്ലേ ഏട്ടത്തി നോക്കിക്കോ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എൻ്റെ മോനെ, ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് ദേവിയാനി പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഏട്ടത്തി ഇപ്പോഴെങ്കിലും ആദർശിനെ മുറുക്ക പിടിച്ചില്ലെങ്കിൽ പിന്നീട് ആദർശ് ഏട്ടത്തിയുടെ കൈ വിട്ടു പോവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ജലജയും ജാനകിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ദേവിയാനിയാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ച് ആകെ തല പുകഞ്ഞിരിക്കുകയായിരിക്കും. പിന്നീട് അങ്ങനെ നയനയെ കാണാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിക്കുകയാണ്. മുത്തശ്ശിയോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മൾ കുറച്ച് നാളായില്ലേ മോളെ കാണാനായിട്ട് പോയിട്ട്. എന്തായാലും ഇന്ന് തന്നെ മോളെ കാണണം. മോൾക്ക് അവിടെ ഒരു കുറവും വരുത്തരുത്. ആദർശിപ്പോൾ ഇവിടെ ഇല്ലാത്തതല്ലേ. മോളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതേ നമ്മൾ തന്നെയാ. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പോയി ചോദിക്കണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഞാനിത് പറയാനിരിക്കുകയായിരുന്നു, മോളെ ഒന്ന് കാണണം. അന്ന് അനാമിക മോളെ വീഴ്ത്തിയിട്ടതിന് ശേഷം മോളെ നമ്മൾ പോയി കണ്ടിട്ടില്ലല്ലോ. അത് പറഞ്ഞപ്പോഴാ നയന മോള് കെട്ടി നിറയ്ക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരാത്തതിന് ഒരു കാരണമുണ്ട്. എന്നാ അനാമിക അങ്ങനെയല്ല. വാശി പിടിച്ചാ ആ കുട്ടി ഇങ്ങോട്ട് വരാതിരിക്കുന്നത്. ഇനിയിപ്പോൾ മോളുടെ വാശിക്ക് കൂട്ടു നിൽക്കുമായിരിക്കും വേണുവും രേവതിയും. അല്ലെങ്കിൽ മരുമകന്റെ കെട്ടുനിറ സമയത്ത് അവരിങ്ങോട്ട് വരണ്ടേ. ആരും തന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. നമ്മളെടുത്ത തീരുമാനം തെറ്റിപ്പോയി. അത് തന്നെയാ അന്ന് പുരോഹിതൻ പറഞ്ഞതാ, ഇവര് തമ്മിൽ ഒന്നിക്കില്ല. ഒന്നിച്ചാൽ തന്നെ അധിക നാളൊന്നും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കില്ല എന്ന്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അവൻ്റെ ഇഷ്ടം പോലെ ആ നന്ദുവിനെ തന്നെ കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ എൻ്റെ അനിമോൻ നല്ല സന്തോഷത്തോടു കൂടി കഴിയുമായിരുന്നു. എല്ലാം ദൈവം വിധിച്ച പോലെ തന്നെ നടക്കും. അധികം വൈകാതെ പുരോഹിതനെ ഒന്ന് പോയി കാണണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് നയന മോളെ കാണാനായിട്ട് ഇറങ്ങിയാലോ? അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും നയനയെ കാണാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ജലജ ചോദിക്കുന്നുണ്ട്, അല്ല രണ്ടാളും എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളെ നയനയെ ഒന്ന് കാണാനാ. എന്തിനാ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഈ നയനയെ കാണാൻ പോകുന്നത്? ഇന്നെന്താ അമ്മ സ്വർണ്ണമൊന്നും എടുക്കുന്നില്ലേ? അതെന്താ ജലജെ, നീ എന്നെ കളിയാക്കിയതാണോ? അമ്മയെ കളിയാക്കാൻ ഞാനാരാ?
ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അന്നൊരു ചെല്ലം നിറയെ സ്വർണ്ണം എടുത്തിട്ടല്ലേ പോയത്. ഇനിയിപ്പോൾ അതുപോലെ എന്തെങ്കിലും കൊടുക്കാനാണോ അറിയില്ലല്ലോ. മലയ്ക്ക് പോയി തിരികെ വന്നതിന് ശേഷം ഇനിയിപ്പോൾ ആദർശ് പോയി വിളിക്കാൻ നേരത്ത് അവൾ തിരികെ വന്നില്ലെങ്കിലോ? അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? നീ അങ്ങനെ അതൊന്നും ഓർത്ത് തല പുകയ്ക്കണ്ട. നയന മോളെ ഇങ്ങോട്ട് വരും. നിന്റെ ഉള്ളിലെ നിറയെ വിഷ. അത് നീ ഇടയ്ക്കിടയ്ക്ക് തുപ്പുന്നത് കൊണ്ടാ ദേവയാനി ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. ദേവയാനിക്ക് ഒരുപാട് മാറ്റങ്ങളാ ഈ ഇടയായിട്ട് സംഭവിച്ചിരിക്കുന്നത്. പണ്ടാണെങ്കിൽ ദേവയാനി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം നിങ്ങളൊക്കെ കൂടിയാ അവളെ ഇങ്ങനെ ആക്കുന്നത്. ഇനി മേലാല് നയനമോളുടെ കുറ്റങ്ങളൊന്നും നീ അവളെടുത്ത് പോയി പറയരുത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞാൽ തോന്നുമല്ലോ ഞാൻ കാരണമാണ് ദേവിയാനി ചേച്ചിക്ക് നയനയോട് ദേഷ്യമൊന്ന്. അവൾ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുന്ന മുതലേ ദേവിയാനി ചേച്ചിക്ക് ഇഷ്ടമല്ല. അതിപ്പോൾ ഞാൻ കാരണം അവൾ അങ്ങനെയാ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കയറി വന്നത്. അതിനിപ്പോ രണ്ടുപേരും കൂടെ എൻ്റെ മേലോട്ട് ചാടണ്ട. നിന്നോട് സംസാരിക്കണേ ഞങ്ങളില്ല, അതുകൊണ്ടേ ഞങ്ങൾ നയനയെ കാണാൻ പോവാ എന്നും പറഞ്ഞ് മുത്തശ്ശിയും മുത്തശ്ശനും അവിടെ നിന്ന് പോകുന്നുണ്ട്. ദേവയാനിയാണെങ്കിൽ ഏത് നേരവും ആ കുട്ടിയെക്കുറിച്ചുള്ള ആലോചനയിലായിരിക്കും. തനിക്ക് ജീവൻ തന്ന ആ കുട്ടിയെ ഒന്ന് നേരിട്ട് കാണണം. അതായിരിക്കും ദേവയാനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായിട്ട് ഏത് വഴി സ്വീകരിക്കാനും ദേവയാനി തയ്യാറായിരിക്കും. ഈ സമയത്തായിരിക്കും ജലജ വന്ന് അച്ഛനും അമ്മയും വീട്ടിലില്ല, ആ നയനയെ കാണാൻ പോയിരിക്കുക എന്ന് പറയാ. ഇതും കൂടെ ആവുമ്പോൾ ദേവയാനിക്ക് തോന്നുന്നുണ്ട് ഇതാണ് പറ്റിയ അവസരം. എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കണം. പിന്നെ എനിക്ക് ആരും സഹായവും ഇല്ലാതെ ആ കുട്ടിയെ പോയി കാണാം എന്ന് ദേവയാനി തീരുമാനിക്കുന്നുണ്ട്. ഒരുങ്ങിയിറങ്ങുന്ന സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എങ്ങോട്ടാ പോകുന്നേ? ഏട്ടത്തിക്ക് വയ്യാത്തതല്ലേ, എങ്ങോട്ടേ പോകുന്നേ എന്നൊക്കെ. അപ്പോഴായിരിക്കും ദേവയാനി പറയുന്നത്, ഞാനൊന്ന് ഹോസ്പിറ്റലിലോട്ടോ? ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞങ്ങളടുത്ത് പറഞ്ഞൂടെ? ഞാനും കൂടെ പോരില്ലേ? തനിയെ പോണ ഏട്ടത്തി. ജാനകി, എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. എനിക്ക് ആ കുട്ടിയെ കാണണം. എനിക്ക് ലിവർ തന്ന ആ കുട്ടിയെ ഒന്ന് കാണണം. അതിന് ഏട്ടത്തി ആ കുട്ടിയുടെ വീട് പോലും അറിയാതെ എങ്ങോട്ടായി പോകുന്നേ? വീടും ഡീറ്റെയിൽസും ഒക്കെ കിട്ടും ഹോസ്പിറ്റലിലോട്ട് പോയാൽ. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ടാ. അവിടെ എന്തായാലും കുട്ടിയുടെ അഡ്രസ്സ് എല്ലാം കാണും. അപ്പം പിന്നെ അങ്ങനെ എനിക്ക് ആ കുട്ടിയെ പോയി കാണാലോ. ഏട്ടത്തി ഞാനിവിടെ കൂടെ വരാം. ഏട്ടത്തി തനിയെ പോകണ്ട. വേണ്ട, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ ഡ്രൈവറെ കൂട്ടിയല്ലേ പോകുന്നത്. ഞാൻ വേഗം തന്നെ ഇങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് ദേവയാനി ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് ഡോക്ടറോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വന്നത് എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടിയെ കാണാനാണെന്ന്. ഈ സമയത്ത് ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ഡോക്ടറെ, എനിക്ക് ആ കുട്ടിയുടെ അഡ്രസ്സ് വേണം. ഒന്ന് പോയി കാണാനാ. എൻ്റെ ജീവൻ രക്ഷിച്ച കുട്ടിയല്ലേ, ആ കുട്ടിയെ ഒന്ന് കാണണം. അതിനായിട്ടാ ഡോക്ടർ ഡീറ്റെയിൽസ് ഒന്നും തരണം എന്ന് ഡോക്ടർ എടുത്ത് പറയുന്നുണ്ട്. ദേവയാനിയുടെ ആവശ്യം ന്യായാണ്. എന്നാലും ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുതെന്ന്. ഇനിയിപ്പോൾ ആര് ചോദിച്ചാലും അതെന്താ എനിക്ക് തന്നാല്? ആ കുട്ടി എനിക്കല്ലേ ലിവർ തന്നത്. അപ്പോൾ പിന്നെ ആ കുട്ടി ആരാണെന്ന് എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ഡോക്ടർ എടുത്ത് ചോദിക്കുന്നുണ്ട്. ശരി, ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഫയൽ എടുത്ത് തരാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്.